കോഴിക്കോട് മാങ്കാവിൽ നടുറോഡിൽ ബസ് ജീവനക്കാരുടെ ഗുണ്ടായിസം. 2 സ്വകാര്യ ബസ്സുകളിലെ ജീവനക്കാർ തമ്മിലാണ് തെറിവിളിയും കയ്യാങ്കളിയും ഉണ്ടായത്. അഭിജിത്ത് മുഴക്കുന്നതാണ് വാർത്തയുടെ വിവരങ്ങൾ വെച്ചിരുന്നത്. അഭിജിത്ത്, എന്താണ് സംഭവം? ഇപ്പോൾ സ്ഥിരം ബസ്സിലോടുന്ന മത്സര ഓട്ടം, അതിലൊരാൾ ജയിക്കുക, ഒരാൾ തോക്കുക, തുടർന്നുള്ള കലാപം, അങ്ങനെയാണോ കരുതാൻ? ഹാഷ്മി, തനി ഗുണ്ടായിസം എന്നല്ലാതെ ഈ പ്രവൃത്തിയെ മറ്റൊരു വാക്കുപയോഗിച്ച് വിശേഷിപ്പിക്കാൻ കഴിയില്ല. കാരണം നടു റോട്ടിൽ ബസ് നിർത്തിയിട്ട് ഗതാഗതം സ്തംഭിപ്പിക്കുന്ന രീതിയിലാക്കിയാണ് ഇത്തരത്തിലൊരു പ്രകടനം ഈ സ്വകാര്യ ബസ് ജീവനക്കാരുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഇന്ന് രാവിലെയാണ് ഈ സംഭവം. കോഴിക്കോട് നിന്ന് പന്തീരാങ്കാവിലേക്ക് പോകുന്ന 2 ബസ്സുകളാണ്. അമീൻ, സലാമത്ത് എന്നിങ്ങനെയാണ് ഈ ബസ്സുകളുടെ പേരുകൾ. ഈ ബസ് മാങ്കാവിൽ എത്തിയപ്പോഴാണ് സമയക്രമവുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങൾ ഈ ബസ് ജീവനക്കാരുടെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ അവർ തമ്മിലുണ്ടായത്. തുടർന്ന് ബസ് ഈ നടു റോട്ടിൽ നിർത്തിയിട്ടതിന് ശേഷം ഈ മുൻപിലുണ്ടായിരുന്ന ബസ്സിലെ ജീവനക്കാർ പുറത്തിറങ്ങി വന്ന് പുറകിലെ ബസ്സിലെ ജീവനക്കാരെ തെറിവിളിക്കുന്നു, ആക്രോശിക്കുന്നു, ബസ്സിനകത്തേക്ക് കൈയിട്ട് ഇതിനുള്ളിലെ കണ്ടക്ടറെയും ഡ്രൈവറെയും ഉൾപ്പെടെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു. ആ ദൃശ്യങ്ങളാണ് നമുക്ക് ആ വീഡിയോയിൽ കാണാനായി സാധിക്കുന്നത്. അത് ആ ബസ്സിലെ തന്നെ ഒരു യാത്രക്കാരൻ പകർത്തിയ ദൃശ്യങ്ങളാണ്. ഈ ബസ്സിൻ്റെ അത് ഹൈഡ്രോളിക് വാതിലാണ്, ഹൈഡ്രോളിക് ഡോറാണ്. അത് തുറക്കാൻ സാധിക്കാതിരുന്നതിനാൽ മാത്രമാണ് ഈ പുറത്തുനിന്ന് പ്രശ്നമുണ്ടാക്കുന്ന ഈ 2 ജീവനക്കാർ അകത്ത് കയറി ഒരു ആക്രമണം നടത്താതിരുന്നത്. ഈ ബസ്സിൽ നിന്ന് നമുക്ക് ശബ്ദം കേൾക്കാം, യാത്രക്കാരുണ്ട്, നിങ്ങൾ എന്താണ് ഈ കളിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ ഈ ബസ്സിനകത്തുള്ള യാത്രക്കാർ വിളിച്ചു ചോദിക്കുന്നത് കേൾക്കാം. പക്ഷെ അതൊന്നും പരിഗണിക്കാതെയാണ് ഈ തെറിവിളിയും ഭീഷണിയും കയ്യാങ്കളിയും ഒക്കെ നടക്കുന്നത്. ഏതായാലും നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു പരാതിയൊന്നും ലഭിച്ചിട്ടില്ല എന്നാണ് പോലീസുമായി ബന്ധപ്പെടുമ്പോൾ മനസ്സിലാക്കാനായി സാധിക്കുന്നത്. ഹാഷ്മി, അഭിജിത്ത് മുഴക്കുന്നതാണ്. നടു റോഡിൽ തന്നെ ഗുണ്ടായിസം സ്റ്റൈലിലാണ്. അത് കേസെടുക്കണോ, സ്വമേധയാ കേസെടുക്കണോ എന്നൊക്കെ പോലീസ് ആലോചിക്കട്ടെ.